Foundation. While celebrating our anniversary, we thank you for placing your trust in us. Insured India, secured India with LIC. വേറെ ഒരൊറ്റ മനസ്സിലില്ല. ഞാൻ എടുത്തു and also an advanced happy Onam. Friends, നമ്മുടെ മെയിൻ ബ്രാഞ്ചിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടന്നു. നമ്മുടെ ഇൻഷുറൻസ് വീക്ക് സെലിബ്രേഷൻസ് അവിടെയും കുറച്ച് ഏജൻസ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, വിൻസെന്റ് പറഞ്ഞ മാതിരി friends, with your permission. അടുത്തതായിട്ട് സ്റ്റാഫിനെ റെപ്രസെന്റ് ചെയ്ത് അടുത്ത 3 പേര്, നമ്മുടെ 3 ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഫ്രാൻസിസ്, senior agents, senior most student. സാറ് പറഞ്ഞു സീനിയർ അത് ഓക്കെ, താങ്ക് യു. ഇനി 2 വാക്ക്
സംസാരിക്കുന്ന ചീഫ് മാനേജർ സാർ, സാർ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ ഈ നിമിഷം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ LICയുടെ 69ാം ജന്മദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഒട്ടാകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ LIC ഉള്ള വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇന്നത്തെ ഈ ദിനം വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി വികസന പദ്ധതികൾ LICയുടെ ഭാഗത്തു നിന്ന് ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനവും തീർച്ചയായിട്ടും മാത്രം ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന, ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഈ LIC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇനിയും എല്ലാവർക്കും കഴിയും. അതിനുള്ള അവസരം ജഗദീശന് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ടോപ്പർ, നമ്മുടെ ഈ ബ്രാഞ്ചിലെ ടോപ്പർ അനിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. ചീഫ് അഡ്വൈസേഴ്സ്, ഏജന്റ് സുഹൃത്തുക്കളെ, LICയുടെ 69ാം ആനുവൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരുമിച്ച് കൂടുവാനും LICയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഒത്തുകൂടുവാനും ഈ ഒരു പരിപാടി ഗംഭീരമാക്കുവാനും വന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതേപോലെ LICയുടെ വളർച്ചയ്ക്ക് വർഷങ്ങളായി അതിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന LICയുടെ സ്റ്റാഫ് അംഗങ്ങൾക്കും ഇതിലെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. സീനിയർ മോസ്റ്റ് CLA ചീഫ് അഡ്വൈസർ ഭുവനേന്ദ്രൻ സർ. CM സാർ, ബ്രാഞ്ച് മാനേജർ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഇന്നത്തെ ഓണാഘോഷം അത് ഭയങ്കരമായിരിക്കും. കാരണം അത് ഭയങ്കര എല്ലാ പ്രാവശ്യങ്ങളും ഭയങ്കരമായിരിക്കും. നമ്മുടെ PM സാറിന് ശേഷം സാറിന് നന്ദിയുണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മുടെ ഈ 69ാം വാർഷികം എല്ലാം നമുക്ക് സന്തോഷകരമാണ്. എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ താങ്ക് യു. ഏജൻസിന്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റെല്ല ടീച്ചർ സംസാരിക്കും. ഏജന്റ് സുഹൃത്തുക്കളെ, ഇന്ന് LICയുടെ 69ാം ജന്മദിനമായ ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത് വരുന്ന 3-ാം തീയതി എല്ലാ ഏജന്റ് സുഹൃത്തുക്കളും ഒരു പോളിസി സംസാരിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. എന്തായാലും ആദ്യത്തെ മീറ്റിങ്ങിനാണ് ഞാൻ ഇവിടെ വന്നത്. വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന CM, മറ്റ് ലീഡേഴ്സ്, ഏജൻസ് എല്ലാവർക്കും പ്രത്യേക നല്ലൊരു ആശംസ ഞാൻ അറിയിക്കുന്നു. ഈ 69ാമത്തെ LICയുടെ ബർത്ത്ഡേ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഫിനാൻസും ജലസേവന കേന്ദ്രവും കൂടെ നടത്തുന്നുണ്ട്. അതിൻ്റെയും 3ാമത്തെ വാർഷികമാണ് ഇന്ന്. അപ്പോൾ എനിക്ക് വന്നിട്ട് കണ്ടപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സുനിൽ സാറിൻ്റെ മീറ്റിംഗും എല്ലാം കൊണ്ട് നിറയാണ്. നമുക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യം ഇന്നോവേറ്റ് ചെയ്യാൻ വന്ന നമ്മുടെ CMന് ഇത്രയും സമയത്തേക്ക് സാർ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞ് ഓടി ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു. അതിന് സാറിന് നന്ദി. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വിൻസെന്റ് സാർ വന്ന ശേഷം കുറച്ചുകൂടെ ഇവിടെ ഭയങ്കര ഒരു കോർപ്പറേഷൻ കൂടുതലും ഉണ്ട്. അപ്പോൾ സാറിന് അതിന് പ്രത്യേകം പിന്നെ സുനിൽ സാറിൻ്റെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എല്ലാവരും വരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെയും ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാ CLIസിലും ഇവിടെയുള്ള എല്ലാ CLIസിലും പിന്നെ വന്നു ചേർന്ന എല്ലാ ഏജൻസ് സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അശോകൻ പ്രത്യേകം എടുത്ത് പറയണം. ഇന്നലെ തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇത് വരച്ചത്. പിന്നെ ഇതെല്ലാം വരച്ച് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ 28ാം ഓണത്തിനകം നമുക്ക് ഒരു ഡേ ഭൂതനെ പോലെ ഇരിക്കുന്നത് പൊട്ട് വെച്ചാൽ സുന്ദരിയാവും. അത് കഴിഞ്ഞിട്ട് ബലൂൺ ചവിട്ടി പൊട്ടിക്കുക. കുറെ ബലൂൺ ഇവിടെ ഉണ്ട്, അത് ചവിട്ടി പൊട്ടിക്കണം. പിന്നെ കസേര ചുറ്റും സാറ് സമ്മാനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ബിന്ദു മേഡത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലേ നല്ലത്. എവിടെയും നമ്മുടെ പോളിസികൾ കീ ചെയ്യുന്നത് ബിന്ദു മേഡമാണ്. അതിന് തുടരല്ലേ. അപ്പൊ ബിന്ദു മേഡമാണ് ആദ്യം എങ്ങനെയാണ് സുന്ദരിക്ക് പൊട്ട് തൊടുന്നത് എന്ന് കാണിക്കുന്നത്. അപ്പൊ ബിന്ദു മേഡത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും മടിച്ചു നിൽക്കാതെ എല്ലാവരും വരിക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ മേഡം. പൊട്ടെടുത്ത് വെച്ചാലോ?
ഒരിടത്തും തൊടാൻ പാടില്ല. അതെ, 2 റൗണ്ട് കാശിനെ കൈയടിക്കേ ചേച്ചി ഒന്ന് കൈയടിക്കാൻ അത് കാശ് കൊടുക്കണോ? കൈയടിക്കാൻ വേണ്ടല്ലോ. 3 റൗണ്ട് കറക്കി വിടണം. ഒന്ന് എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. അത് കാശ് കൊടുക്കേണ്ടല്ലോ, എനർജി ഉണ്ടാവട്ടെ. സൗന്ദര്യം കൂടേണ്ട ഒരു രഹസ്യമാണ് 2 കരങ്ങൾ കൂട്ടിയടിക്കുക. 2 കരങ്ങൾ കൂട്ടിയടിച്ചാൽ സൗന്ദര്യം കൂടും. അതുകൊണ്ട് എല്ലാവരും 2 കരങ്ങൾ കൂട്ടിയടിക്കുക. അത് ആവശ്യം. അതെ അതെ അതെ. അടുത്ത വരാം. വരൂ, നിങ്ങൾക്കെല്ലാം റോൾ മോഡൽ നോക്കി വരാം. ഓടി അടുത്തത് നമ്മുടെ ലതാപുഷ്പ ചേച്ചി ഓടി എത്തിയിരുന്നു. ഓടി വരൂ. എന്തിനു അടിച്ചു നിൽക്കുന്നത്? അടിച്ചു നിൽക്കാതെ ഓടി വരൂ. സൗന്ദര്യം വർദ്ധിക്കുന്ന രഹസ്യമാണ് 2 കൈയും കൂട്ടിയടിക്കുക. 1 കൂട്ടിയടിക്കുക. അല്ല, നമ്മുടെ കയ്യിലെ ഞരമ്പുകൾ ഉണരുകയും പുരുഷന്മാർക്കും പങ്കെടുക്കാം. ഓക്കെ. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. പാട്ടുപാടാനുള്ള അവസരമുണ്ട്. ഓണപ്പാട്ട് മത്സരമുണ്ട്. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇത് കാണാമെന്ന് തോന്നുന്നു. അതിന് അവിടെ തന്നെ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ. അതെ. അത് കവിത. എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കവിത ഓടിയെത്തിയിരിക്കുകയാണ്. എല്ലാവരും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി 2 കരങ്ങൾ കൂട്ടിയടിക്കുക. നമ്മുടെ ഒന്ന് കൈയടിച്ചു കൊടുത്തേ. കൂടെ പ്രോത്സാഹിപ്പിക്കേ. അതേനാ പക്ക. ഓക്കെ. പുരുഷന്മാർക്കും സുന്ദരിക്ക് പൊട്ടു വയ്ക്കാം. ഇല്ലല്ല 3 റൗണ്ട്. പായസമൊക്കെ ഉണ്ട്.
കൊച്ചു മക്കൾക്ക് അവസരമുണ്ട് പൊട്ട് തൊടാൻ. 3 റൗണ്ട് കാപ്പി കൊടുക്കണം. ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഇതേപോലെ ഉത്സാഹിക്കുക. ഒന്നായില്ല. ശരി, പൊട്ട് കൊടുക്കാം. ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് കരഘോഷം ഉയർത്തിയവർ അടുത്ത് പ്രോത്സാഹിപ്പിക്കൂ. അതെ, അവിടെ തന്നെ അതാ വെച്ച് കഴിഞ്ഞു ചിത്ര. ഇതാ പൊട്ട് വെച്ച് കഴിഞ്ഞു. സുന്ദരിക്ക് പൊട്ട് തൊട്ട് കഴിഞ്ഞു ചിത്ര. ഒന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടുത്താകണോ? അതിലേക്ക് വരാം. ഒന്ന് കൈയടിച്ചേ. ഡാനിയലിനും പങ്കെടുക്കാം. പൊട്ടത്തോടായി അനിലിനും പങ്കെടുക്കാം. കൈയടിച്ച് എല്ലാവരുടെ കയ്യിൽ പായസമായി. വേണം കൈയടിക്കാത്തത്. കറക്റ്റ് തന്നെ. അതാണ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് വരിക, മുന്നോട്ട് വരിക. കയ്യിലെ പായസമായി. വരിക സെക്കൻഡറി. ഓടി കൈയടിച്ചാൽ നിങ്ങളുടെ സൗകര്യം വർദ്ധിക്കും. കുതിരയിച്ച് അതാണ്. ഒന്ന് കാപ്പി കൊടുത്തേ. എല്ലാവരും കൈയടിക്കേ. ഉത്സാഹിക്കാൻ നമ്മുടെ ബ്രാഹ്മണനുള്ള പൊട്ടോടാൻ പോകണം. സുന്ദരിക്ക് എല്ലാവരും കൈയടിക്കേ. എല്ലാവരും കൈയടിക്കേ. സാർ അളന്ന് കുറിച്ച് വെക്കുകയാണ് സുന്ദരിക്ക് പൊട്ട്. ഒന്ന് കൈയടിക്കേ. എല്ലാവരും ഒന്ന് കൈയടിക്കേ. സക്സസ്. ഒരുവിധം 100 സ്കൂളാണ്. 99% ഒക്കെ. അയ്യോ പാവപ്പെട്ട ഇവിടെ കേരളത്തിൽ പോട്ടെ ഒന്ന് കൈയടിച്ച് ഇതിപ്പോ സ്വന്തം എനിക്ക്
അതെ അതെ എവിടെ കൈയടിച്ചേ എല്ലാവരും ഉത്സാഹപൂർവ്വം കൈയടിക്കുക. അതെ 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 കൈയടിച്ചേ. അപ്പൊ ബിൽസൺ സാറാണ് വിജയിച്ച് നിൽക്കുന്നത്. സുന്ദരിക്ക് പൊട്ട് തൊട്ടതില് ആദ്യം സീമന്റെ കൈയിൽ പൊട്ടുകൊണ്ടിരിക്കുന്നു. അതാ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിച്ചേ. ഓക്കെ ഞാൻ രാവിലെ വീട്ടില് വൈകിട്ട് പൊട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. അടുത്ത മത്സരം കസേര അല്ല, ബലൂൺ ചവിട്ടി പൊട്ടിക്കുക. അങ്ങനെ നിങ്ങളോ കസേര തുറന്നത്